3 മിനിറ്റിന്റെ അപ്പുറത്തേക്ക് ഞാൻ ഇനി വീഡിയോ ചെയ്യില്ല. 3 മിനിറ്റ് എന്നുള്ളത് ഞാൻ 1 മിനിറ്റിൽ ഇനി സംസാരിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മിണ്ടാതിരിക്കും. അത് എത്രാമത്തെ വീഡിയോ ആവണം എന്ന് പറയാൻ പറ്റില്ല. വേറൊരു വീഡിയോ ഞാൻ അവിടെ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 5000 വീഡിയോ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇട്ടുണ്ട്. പക്ഷെ അത് പറയാൻ പാകത്തിലുള്ള ലെവലിലല്ല ഇപ്പൊ എന്റെ അവസ്ഥ എന്നതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തി വെച്ചാണ്. അപ്പോൾ അതിനൊരവസ്ഥ വരുമ്പോൾ ഞാൻ തുടങ്ങിക്കോളട്ടാ. അത് അവിടെ നമുക്ക് വസ്ത്രം പ്രശ്നമല്ല, ഈ പറഞ്ഞ പോലെ സാഹചര്യങ്ങളുടെ പ്രശ്നമല്ല. നമുക്കത് പറയാനാണെങ്കിൽ അത് തലച്ചോറിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അവിടെ എന്താണ് ആത്മ പരമാത്മ ഡ്രാമ, ഇതിൻ്റെ നേർക്കാഴ്ചകൾ പറയാന്നുള്ളത്. 5000 yearsന്റെ ഭഗവാനും ഈ ലോകത്തിലുള്ള മുഴുവൻ ആത്മാക്കളുടെ 700-800 കോടി ആത്മാക്കളുടെ കഥ, അതിൽ പ്രധാനപ്പെട്ട 33 കോടികളുടെ കഥ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 9 ലക്ഷം ആത്മാക്കൾ ഇവിടെ സത്യയുഗം ആരംഭിക്കുന്ന കഥ, അതിലും 16,208 രാജാക്കന്മാരുടെ കഥ, അതിൽ 108 രത്നങ്ങളുടെ കഥ, അതിൽ 8 രത്നങ്ങളുടെ കഥ, അതിൽ ത്രിമൂർത്തികളുടെ കഥ. അപ്പൊ ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് നമുക്ക് എന്ത് വേണം? ദൃഷ്ടാന്തങ്ങൾ വേണം. ദൃഷ്ടാന്തങ്ങൾ. ഈ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് എവിടുന്ന് കിട്ടുക? തലച്ചോറിൻ്റെ അകത്തായിട്ട്. തലച്ചോറിൻ്റെ അകത്താണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് നല്ല ആർക്കായാലും. ഇപ്പം ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും ഒരു സാധനം വേറൊരുത്തൻ വീണ്ടും വീണ്ടും കാണുന്നുണ്ടെങ്കിൽ അവന് എന്തെങ്കിലും ബുദ്ധിയിൽ തെളിയണം. ഇല്ലാത്തവൻ അത് സത്യം പറഞ്ഞാൽ അങ്ങനെ തള്ളി പോകും. അപ്പൊ ഈ ഡബ് സ്മാഷ് ഒക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അതിൽ ബുദ്ധിയിൽ തെളിയല്ല. പണ്ട് മോഹൻലാൽ ചെയ്തു വെച്ച ആ സീൻ ഇവൻ ചെയ്തത് നന്നായോ എന്ന് മാത്രം നോക്കണ്ടുള്ളൂ. പക്ഷെ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ ഒരു ഐഡിയ ഇല്ലാത്ത ചില കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. ഒരു ഐഡിയ അവർക്കില്ലാത്തതാണ്, എനിക്കില്ലാത്തത് ഞാൻ പറയാറില്ല. എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി പറയും. അപ്പോൾ വടക്കുംനാഥൻ ക്ഷേത്രത്തിന്റെ ഒരു കുറേയധികം വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഞാൻ പോയി റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളുടെ പച്ചയായ ദൃഷ്ടാന്തം എന്നറിയില്ല. ഇപ്പം ആ തെക്കേ നട അടഞ്ഞു കിടക്കുന്നു. തെക്കേ നട അടഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വടക്കുംനാഥൻ ഒരു അവസരം കൊടുത്തതാണ്. ആർക്ക്? തിണ്ടിത്തരം ചെയ്യാനായിട്ടൊരു അവസരം കൊടുത്തതെന്നറിയില്ല. അവിടെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. കാരണം ഇതിന്റെ ദൃഷ്ടിയിലൂടെ സൃഷ്ടി എന്ന് പറഞ്ഞില്ല. അപ്പോൾ വടക്കുംനാഥൻ പടിഞ്ഞാട്ടാണ് നോക്കിയത്. പടിഞ്ഞാട്ടുള്ള ഭാഗം മൊത്തം ക്ലിയർ ആക്കാം എന്നല്ല, അവിടേക്കുള്ള ആ ദൃഷ്ടിയിലൂടെ വരുന്ന ആ വൈബ്രേഷൻ, ഭഗവാന്റെ വൈബ്രേഷൻ കാരണം ആ ഭാഗം, കിഴക്കും പടിഞ്ഞാറും ഭാഗം നല്ല കാര്യങ്ങളെ നടക്കൂ എന്നല്ല, അവിടേക്ക് നല്ല പോസിറ്റീവ് വൈബ്രേഷൻ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ തെക്കേ ഭാഗം വിട്ടതാണ്.